ചുമ്മാതൊന്നുമല്ല. നിനക്കറിയാവോ, ഈ കുടുംബത്തിലൊരു മാറ്റം വന്നത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമാ. അത് ശരിയാ കേട്ടോ. ഒരു മാറ്റമല്ല, കുറെ മാറ്റങ്ങൾ വന്ന്. മാറ്റം നമ്പർ 1, എന്റെ അച്ഛൻ അമ്മയെ കെട്ടിക്കൊണ്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അച്ഛന്റെ അച്ഛനെയും അമ്മ ഇവിടുന്ന് വാടക വീട്ടിലോട്ട് മാറ്റി. മാറ്റം നമ്പർ 2, എന്റെ കൊച്ചച്ഛന്റെ പേരിലുള്ള 10 സെന്റ് സ്ഥലം അച്ഛന്റെ പേരിലോട്ട് മാറ്റി. മാറ്റം നമ്പർ 3, അച്ഛന്റെ പേരിലുള്ള വീടും പറമ്പും അമ്മയുടെ പേരിലോട്ട് മാറ്റി. മാറ്റങ്ങൾ ഒരുപാടുണ്ടെന്ന്. ഇങ്ങനെ എന്റെ ദൈവമേ. അല്ലടാ, തമ്പിയമ്മാവൻ കല്യാണത്തിന് വന്നായിരുന്നോ? വിഷയം മാറ്റാൻ എന്റെ അമ്മ മിടിക്കുകയാണ്. അമ്മ അതിന് തമ്പിയമ്മാനെ കല്യാണം വിളിച്ചോ? തമ്പിയമ്മാനെ വിളിക്കണമെന്ന് പറഞ്ഞ തമ്പിയമ്മാനെ മാറ്റി നിർത്തിയത് അമ്മ തന്നെയല്ലേ? അമ്മേ, ഓന്ത് വരെ അമ്മയുടെ മുമ്പിൽ തോറ്റു പോകും. എന്താടാ? ഓന്തിന് നിറം മാറണമെങ്കിൽ ഇതൊരു സമയമെങ്കിലും വേണം. അമ്മയ്ക്ക് സ്വഭാവം മാറാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ. നിർത്തടാ. അല്ല, കല്യാണത്തിന് കിട്ട കാശൊക്കെ എന്ത് ചെയ്ത്? അതോ അതിയാളിയെ കുറിച്ച് എന്താടാ ചെറുക്ക കാര്യം? പെങ്ങളുടെ ഭർത്താവൊക്കെ തന്നെ കാശിന്റെ കാര്യമാണ്. ഈ ചെറുക്കൻ എന്റെയിലൊക്കെ തന്നാ മതിയായിരുന്നു. എന്തിനാണ് അവന്റെ കൊടുത്തത്? അതെ, അമ്മ പറയാതെ തന്നെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവന്റെ കയ്യിലല്ലേ കൊടുത്തത്. എന്റെ ഭാര്യയുടെ ആങ്ങളുടെ കയ്യിലാണ് ഞാൻ കൊടുത്തത്. ഇതിനും ഭേദം വല്ല ആറ്റിലും കൊണ്ട് കളയുന്നതായിരുന്നു. അവന്റെ ഒരു പുതിയ അളിയൻ നശിപ്പിക്കാനായിട്ട് ജനിച്ചവനെ. സ്വന്തം അമ്മയെ പെങ്ങളെ വിശ്വാസമില്ലാതെ അവന്റെ പുതിയ ആളിയനെ കൊണ്ട് കൊടുത്തിരിക്കുന്നു നശിപ്പിക്കാനായിട്ട്. എന്താടാ ഒന്നും മിണ്ടാത്തെ? അമ്മയുടെ 1 man show ഒന്ന് കഴിയട്ടെ എന്നോർത്തു. പിന്നെ ഈ കാണിച്ച കൂത്താട്ടത്തിന് ഞാൻ എന്നതാ പറയേണ്ടത്? ആരാ മോനെ ഏരപ്പിളിത്തരൊക്കെ കാണിച്ചത്? ലാലി? നോ ലാലി, മോഹൻ ലാലി. ലാലി മോഹൻ എന്നല്ലേ? നോ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഹൃദയപൂർവ്വം മോഹനേട്ടന്റെ പേര് ഒന്നാമനായി, ഞാൻ ലാലി. അങ്ങനെ മോഹൻ ലാലി. എന്താ മോനെ? കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ മോനെന്നാ? മോളുനെ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ തോന്നുന്നു. എന്തോ ഞാൻ അങ്ങനെ വിളിക്കുന്നതാണ് ആളുകൾക്ക് ഇഷ്ടം. സത്യം. അതെ, ഞാൻ നിന്റെ കഥയാ പറഞ്ഞത് കഷ്ടം എന്ന്. ഇങ്ങനെ പറയല്ലേ പൊന്നമ്മച്ചി. എന്താ പറഞ്ഞു? പൊന്നമ്മച്ചി. പൊന്നമ്മ എന്നാണല്ലേ പേര്? പൊന്നമ്മേ, ഒരു വള എനിക്ക് പണയം വെക്കാൻ തരുമോ? ബെസ്റ്റ്. ഇന്നലെ കല്യാണം കഴിഞ്ഞു വന്നവൾക്ക് സ്വർണം പണയം വെക്കാൻ വേണോന്ന് എന്തൊക്കെയാടി നീ കിടന്ന് പറയുന്നേ? വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തെണ്ടി നടപ്പൂ എന്നല്ലേ? ഈ കണക്ക് പോയാ നീ ഈ നാട്ടിൽ തെണ്ടി നടക്കും. എടി കൊച്ചേ, ഈ കൈലി ഷർട്ട് കൂരി വെച്ച് നല്ല നൈറ്റ് ചുരിദാർ എടുത്തിട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ. യെസ്, ജീവിതമാന പ്രസവത്തിലെ തന്മാത്രയാണ് ഈ കുഞ്ഞാറ്റക്കിളികൾ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിരുന്നെത്തിയ ആ അതിഥിയെ എന്നേക്കുമായി പറഞ്ഞയക്കണം. ആരുടെ കാര്യം ഈ പറയുന്നേ? വേറെ ആരുടെ കാര്യമല്ല, അമ്മയുടെ കാര്യം തന്നെ. പണ്ട് അമ്മ ഇവിടുന്ന് അച്ഛന്റെ അച്ഛനെയും അമ്മയും ഇവിടുന്ന് പറപ്പിച്ചില്ലേ? അതുപോലെ അമ്മയെ ഇവള് പറപ്പിക്കുമെന്ന്. നിന്റെ കെട്ടിയോക്കാന്റെ സ്വഭാവം വരെ അതൊക്കെ അറിയത്തില്ല. സവാരി ഗിരിഗിരി, സവാരി ഗിരിഗിരി. എന്താ ചെയ്യുക? എന്താ ചെയ്യുക നമ്മളോട്? അത് നമ്മൾ അവളോടല്ലേടാ ചോദിക്കണ്ടേ? നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കണം. അവൾ അച്ഛനെ ഒന്ന് വിളിക്കാലോ. അവൾ അച്ഛനെ വിളിക്കുമ്പോ കാര്യം തീരുമല്ലോ. അവൾ അച്ഛനെ വിളിക്കാം. ഹലോ അച്ഛാ, ഞാൻ മോഹനാണേ. പിന്നെ നിങ്ങളുടെ മോള് നേരം വിളിച്ചപ്പോ തൊട്ട് എന്റെ കയ്യിൽ ഷർട്ട് ഇട്ടോണ്ട് ഇവിടെ കിടന്ന് മോഹൻലാൽ കളിക്കുവാന്ന്. എന്താ ചെയ്യുക? ഇതിപ്പോ അയാളുടെ കാലല്ലേ. മംഗലശ്ശേരി എക്സ്പോർട്ട്, മംഗലശ്ശേരി ട്രാവൽസ്. എന്റെ കുട്ടി ഒന്നും കണ്ടില്ലെന്ന് വെക്കാ, അതാണ് നല്ലത്. എന്തുവാടാ ചെറുക്കാ നീ കിടന്ന് കാണിക്കുന്നേ? ഇതൊക്കെ പകർന്നു കിട്ടിയ രോഗമാണ്. അവൾ ഇവിടെ കിടന്ന് മോഹൻലാൽ കളിക്കുവാണ്. അവൾ അച്ഛൻ അവിടെ കിടന്ന് അച്ഛൻ മോഹൻലാൽ കളിക്കുവാ. അച്ഛൻ മോഹൻലാലും മംഗലശ്ശേരി നീലകണ്ഠൻ. ഈ കണക്ക് പോവുകയാണെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഈ വീട്ടിൽ നടക്കുന്നതൊന്നും എനിക്ക് കണ്ടോണ്ട് നിക്കാൻ വയ്യേ. അതിന് അമ്മ എങ്ങോട്ട് പോവാ? അയ്യോ, ഞാനെങ്ങോട്ടും പോകുന്നില്ല. നീ അവളെ വിളിച്ചോണ്ട് ഇപ്പഴേ വീട്ടിൽ നടക്കണം.
കേളി വിപിനം വിജനം മേലേ ഇരുളും ഗഗനം മണ്ണിൽ നിശവൻ നിറകലികളോ കണ്ണീ കനവിൻ കതിർമലരുകളോ വിരിവോ എടി ലാലി ഒന്ന് നിർത്തടി. നോ, വെറും ലാലിയല്ല, മോഹൻ ലാലി. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നത് വരെ എന്നെ ലാലിച്ചി എന്ന് വിളിക്കുന്നു. ഞാനും അത് ആസ്വദിക്കുന്നു. എടാ ചെറുക്ക, നാട്ടുകാരറിയുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്. അമ്മേ, ഇത്രയൊക്കെ ശരിക്ക് ഈ മോഹൻലാലിനെ തളക്കാനുള്ള വഴി എനിക്കറിയാം. കാണിച്ചു തരാടി നിനക്കൊക്കെ. അയ്യോ, വളരെ പൂച്ചേ. പൊന്നമ്മേ, എനിക്ക് ഒരു ചായ കിട്ടുമോ? ഞാൻ ടെറസിന്റെ മണ്ടയിൽ കാണും. എന്തിന്? ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടും എന്നല്ലേ? മോളെ